ഇല്ല, എന്നാൽ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. അപ്പോൾ എല്ലാവരും പണം താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ടോം ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മളിങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? നമ്മൾ തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇട്ടില്ല, ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ വന്നത്? അല്ലതാ, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തോളൂ, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസിഫിന്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു, രാജേഷ് പിള്ളയുടെ കൂടെ. ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട, അതിനുശേഷം അല്ലേ അടികൂസ്, അമികൂസ്, അടിയോട് അടി പടം കണ്ടിട്ടുണ്ടായി. ഇത് മൂന്നാമത്തെ ചിത്രം അല്ലേ? പകിട കണ്ടിരുന്നു, പകിട കണ്ടിട്ടുണ്ടോ? അടികൂസ്, അമികൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, ഇപ്പൊ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കില്ലല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലേ? അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തിലും പറഞ്ഞിട്ടാണോ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഞാൻ വേറെ ആരെങ്കിലും തരട്ടെ, ജസ്റ്റ് എന്നെ തരട്ടെ? ഇല്ല, ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ തിരിച്ച് നമുക്കൊരു ഗുളിക കൊടുത്തു വൈകിട്ട് വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല ഗുളികയല്ലേ അസീന ഓർമ്മയില്ലേ? അല്ല ഡോക്ടറാണെങ്കിലും കിട്ടണമൊക്കെ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഓർമ്മയുണ്ടോ അസീൻ? അത് നമുക്ക് ഡോക്ടറല്ലാട്ടോ, വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? സത്യം പറയുന്നത്. സത്യം പറഞ്ഞോളൂ. എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയം ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞു. ചേട്ടനോട് എന്താണ് ചോദിക്കാറുള്ളത്? ഡോക്ടേഴ്സ് അസോസിയേഷൻ ആയാലും എന്നുള്ള കാര്യം അറിയായിരുന്നോ? അറിയില്ലായിരുന്നോ? നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്? സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിരുന്നു. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കും. അലോപ്പതി നമ്മുടെ ഈ ഹോമിയോപ്പതി ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സീനിയർ ഡോക്ടറാണ് പുള്ളി, ഓർത്തോ അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? അല്ല നമ്മള് ഈ കഥ നമുക്ക് കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? ഈ പടം കമ്മിറ്റിയിലുണ്ടായ ഒരു കാരണം പറയും. കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എവിടെയൊന്നും ഓർമ്മയുണ്ടോ? പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് മൂന്നുപേരും കൂടി പരസ്യങ്ങള് ഓടിച്ച് ചെയ്യണ സമയം ഉണ്ടായിരുന്നു.
ചേട്ടനും ഈശ്വരും കൂടിയുള്ള സമയം. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ഇപ്പോഴും ചെയ്യുന്നില്ല പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. നീ അറിഞ്ഞില്ലേ മെന്റലിസ്റ്റ് ആദ്യമൊപ്പം ഷോ ചെയ്ത് ഇൻസോമിനിയ ആര് കൂടിയാണ് അല്ലേ? മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോവാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രറ്റ്സ് ആണല്ലോ പറയണത് അല്ലേ? നമ്മളെ വലിയൊരു സീക്രറ്റ് ഇല്ല കേട്ടോ. അതുകൊണ്ടാ അതൊരു കാര്യമില്ല. ഇതിനെ പറ്റി കുറെ സീക്രറ്റ്സ് ഉണ്ടാവല്ലോ. ഞാൻ പറയണോ വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, എനിക്ക് പറയാം. അതുകൊണ്ടാ പറഞ്ഞ സീക്രറ്റ്സ് ഒന്നുമില്ല. എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ. കുറച്ചധികം നേരത്തെ ഗസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും പറയുന്നുണ്ടോ? വഴിയുണ്ടാക്കാം, പ്രൊഡ്യൂസർ ചോദിച്ചിട്ട് വഴിയുണ്ടാക്കാം. ഒപ്പിച്ച് എനിക്ക് നോക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായ സഭാകം ഇല്ല. എന്നാ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. അപ്പോ എല്ലാവരും പടം കാണണം അല്ലേ? ബോറടിപ്പിക്കാറ്. താങ്ക് യു. Thank you so much. I think